ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് ഇന്നാണ് ഷാനവാസിക്കയുടെ ബർത്ത്ഡേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മൈ ഡിയർ ഷാനവാസിക്ക. അപ്പം ഷാനവാസിക്കയുടെ ഇന്ന് ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. ഇന്നാണ് ഏറ്റവും നല്ല ഉചിതമായ ദിവസം എന്ന് ഞാൻ വിചാരിക്കുന്നു. 1980 ഡിസംബർ 6 സെയ്ദിനും മൈമൂനയ്ക്കും ജനിച്ചൊരു കുട്ടിയായിട്ടാണ് നമ്മുടെ ഷാനവാസിക്ക വരുന്നത്. വിദ്യാഭ്യാസം NNS കോളേജ് മലപ്പുറത്താണ്. അമ്മ മൈമൂന, ഉപ്പ സെയ്ദ്. വിവാഹം കഴിച്ചത് ഭാര്യ സോന ആൻഡ് 2 കുട്ടികളുണ്ട്. ബാല്യത്തിൽ തന്നെ നാടകങ്ങളിലും സ്കൂൾ കലകളിലും പങ്കെടുത്തിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു അമ്മയുടെ സ്വർണ്ണവളകൾ വിറ്റ് ചെന്നൈയിലേക്ക് ഓഡിഷനിൽ പോയിട്ടുണ്ട് എന്ന പല കാര്യങ്ങളും ഷാനവാസിക്ക ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അഭിനയ ജീവിതവും സിനിമ ടെലിവിഷനും പറയുമ്പോൾ ആദ്യമായി ചിത്രം സ്പീഡ് ട്രാക്കാണ്. ഒരു സഹായി കഥാപാത്രമായിരുന്നു. പിന്നീട് 2018 പോലീസ് ജൂനിയർ ഫിലിം നായക കഥാപാത്രങ്ങളിൽ അരങ്ങേറി. അതിന് ആ ചിത്രത്തിന് ന്യൂ ഫേസ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നിരവധി മറ്റ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ടെലിവിഷനിൽ ആദ്യ TV സീരിയൽ ഇന്ദ്രനീലം, അതിൽ നായക കഥാപാത്രമായിരുന്നു 2010. ലോകപ്രസിദ്ധി നേടിയത് കുങ്കുമപ്പൂവ് രുദ്രൻ എന്ന വില്ലൻ കഥാപാത്രമായാണ്. പിന്നീട് സീത 2017 തൊട്ട് 2019 വരെ ഇന്ദ്രൻ ആദിത്യൽ വില്ലനായി, പിന്നീട് നായകവേഷമായി. മറ്റു സീരിയലുകളിലും മലഹാർ, വാസ്തവം, മിഴി രണ്ടിലും, മിസ്സസ് ഹിറ്റ്ലർ, താമരത്തുമ്പി, സ്വയംവരം എന്നീ ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചു. ഇന്ദ്രൻ വേഷത്തിൽ വില്ലനിൽ നിന്നും നായകനിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ ഒരുപാട് ആരാധകരുടെ രൂപം പ്രാപിച്ചു. 2019 സിനിമയിൽ ന്യൂ ഫേസ് ആയി അരങ്ങേറി. ടെലിവിഷനും സിനിമയുമായി വിജയകരമായി മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് ഷാനവാസ് മുൻകാലം തന്നെ അവിടെ ഉമ്മ വലിയ ആഗ്രഹമായിരുന്നു ഒരു നടനാകണം എന്ന സ്വപ്നം പാലിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിനായി ഒരിക്കൽ അവസരം കിട്ടിയാൽ സിനിമയിലേക്കോ വലിയ പരമ്പരയിലേക്കോ ശരിയായൊരു വേഷമെന്ന് പോലെ അരങ്ങേറാനാണ് താൻ തയ്യാറാണെന്ന് ഷാനവാസിക്കയുടെ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. കൂടാതെ TVയിലും സിനിമയിലും ഒപ്പം പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് റെക്കഗ്നിഷൻ ഉപയോഗിക്കപ്പെടുകയും സ്റ്റേബിൾ കരിയർ ആൻഡ് ഓഡിയൻസ് ലവ് എന്ന ദിശയിലേക്ക് മുന്നേറാൻ സാധിക്കുകയും ഒരുപാട് സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബിഗ് ബോസ് എക്സ്പോഷറിന് ശേഷവും അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയാണ് പ്രതീക്ഷിക്കുന്നത്. 2025 ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലെ ഒരു മത്സരാർത്ഥിയായി മാറുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതവും മനുഷ്യനും നടനുമായി ഉണ്ടായ മാറ്റങ്ങളും ജനങ്ങളുമായി കൂടുതൽ എത്തിച്ചിരുന്നു. ബിഗ് ബോസിൽ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ വിവാദമായിട്ടുണ്ടായെങ്കിലും ബിഗ് ബോസ് 3rd റണ്ണറപ്പായി ടോപ്പ് 3 പൊസിഷനിൽ കൈയടക്കാൻ സാധിച്ചിരുന്നു. മിസ്സസ് ഹിറ്റ്ലേഴ്സ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ രോഗമുണ്ടാകുന്നത്. അതിനുശേഷം അതിൽ നിന്ന് മാറുകയും ആ ഒരു സ്ഥാനത്ത് വേറൊരു നടൻ വന്ന് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും സിനിമയിലേക്ക് അവസരങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുമായിരുന്നു ഷാനവാസിക്കയുടെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പരമ്പരകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുടുംബ പ്രേക്ഷകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇപ്പോൾ ബിഗ് ബോസിന് ശേഷം നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട് എന്നും കൊച്ചുകുട്ടികൾ തൊട്ട് തന്നെ ഷാനവാസിക്ക എന്ന് വിളിച്ച് നടക്കുകയാണ് എന്നുമാണ്. താനത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഷാനവാസിക്കയുടെ വാദം. പണ്ടത്തെക്കാളിലും ഫാൻസിൻ്റെ എണ്ണം ഇരട്ടിയായെന്നുമാണ് ഷാനവാസ് പറയുന്നത്. പരമ്പരയിൽ ഇന്ദ്രൻ്റെ വേഷം വളരെ അധികം ശ്രദ്ധ നേടിയെങ്കിലും ഹാഷ്ടാഗായി സീതേന്ദ്രിയം എന്ന് ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുകയായിരുന്നു ഷാനവാസിക്കയുടെ സീരിയൽ പരമ്പരകൾ. ബിഗ് ബോസിന് ശേഷം അനീഷുമായിട്ടുള്ള സൗഹൃദങ്ങളും വളരെ ഹാഷ്ടാഗോടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണ് നിൽക്കുന്നത്. പലരും അതിനെ ഫേക്ക് ഫ്രണ്ട്ഷിപ്പായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർ പുറത്തിറങ്ങിയതിന് ശേഷം കൂടുതൽ ഫ്രണ്ട്സ് ആയിരിക്കുകയാണ് എന്നാണ് ഷാനവാസിക്കയുടെയും അനീഷേട്ടൻ്റെയും നിലവിലുള്ള നിലപാട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഷാനവാസിക്ക എത്തട്ടെ എന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്ന ഒരുപാട് ഫാൻസുകളുണ്ട് ഷാനവാസിക്കയ്ക്ക്. ഒരു PRൻ്റെയും പിൻബലമില്ലാതെ ഷാനവാസിക്ക ബിഗ് ബോസ് മലയാളം സീസൺ 7 2nd റണ്ണറപ്പായി ടോപ്പ് 3 പൊസിഷനിൽ എത്തുകയും അതിലൂടെ ഒരുപാട് പ്യുവർ ജമ്മായിട്ടുള്ള ഒരുപാട് ഫാൻസിനെ സമ്പാദിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്നും ഷാനവാസിക്കയുടെ വാക്കുകളിൽ ശ്രദ്ധേയമാണ്. ഷാനവാസിക്ക ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇത്രയും ഡള്ളായിട്ട് നിൽക്കുന്നതെന്നാണ് ഒരുപാട് ഫാൻസിൻ്റെ അവകാശം. പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പം ഇപ്പോൾ അനീഷ് അനുമോൾ എന്നുള്ള 2 വ്യക്തികളെ വെച്ചിട്ടാണ് ഷാനവാസിക്കയെ എപ്പോഴും താരതമ്യം ചെയ്യുന്നത്. ഷാനവാസിക്ക എന്ന് പറയുന്നൊരു ഫാമിലി മാനാണ്. ഭാര്യയും 2 കുട്ടികളും ഒക്കെ ഉണ്ട്. അവരുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ അത്യാവശ്യമാണ്. 100 ദിവസം ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷമാണ് അവരുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോനെ കാണാൻ ബാംഗ്ലൂരിൽ പോകേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഷാനവാസിക്ക അത്ര ആക്റ്റീവായിട്ട് നിൽക്കാത്തത്.
അതേപോലെ തന്നെ അനീഷ് ആൻഡ് അനുമോൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ കല്യാണം കഴിച്ചിട്ടില്ല. അത് അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ പോവുകയും ചെയ്യാം, ലൈഫിലേക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ ഷാനവാസിക്ക ഒരു ഫാമിലി മാനാണ്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കൂടുതൽ ടൈം ഫാമിലിയുമായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. എവിടെ പോയാലും നിമി മോളെ കൊണ്ടുപോകാറുണ്ട്. അപ്പം ആ ഒരു ഇതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഷാനവാസിക്ക അത്രയും എൻഗേജ്ഡ് ആയിട്ടുള്ള, ഫാമിലിയുമായിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് ഷാനവാസിക്കനെ അത്ര ആക്റ്റീവായിട്ട് കാണാത്തത്. എനിവേ, ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എനിക്കൊരുപാട് പേരെ അറിയാം, പേഴ്സണലി എനിക്കൊരുപാട് പേരെ അറിയാം. എത്രയോ പേരുണ്ടെന്നറിയാമോ ഷാനവാസിക്കനെ അത്രത്തോളം സ്നേഹിക്കുന്നതും. എന്തുകൊണ്ട്, എവിടെ പോയി, എപ്പോഴും ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇങ്ങനെ എടുത്ത് നോക്കും, പുള്ളിക്കാരൻ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, എന്തെങ്കിലും സ്റ്റാറ്റസ് ഇട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരെയും എനിക്കറിയാം. സോ അത്രത്തോളം ജെനുവിനായിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരുപാട് പേര് സ്നേഹിക്കുന്നത്. ബിഗ് ബോസിന് ശേഷമാണ് ഇത്രത്തോളം സ്നേഹം കൂടിയതും ചെയ്യുന്നത്. പല ആൾക്കാരും ചിലപ്പോൾ സീരിയൽ കാണണം എന്നില്ല. എൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സീരിയൽ കാണാത്തൊരു വ്യക്തിയാണ്, പക്ഷേ ഇപ്പം ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഷാനവാസിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ എല്ലാ സീരിയലുകളും ഇരുന്ന് കാണുകയാണ് എന്നുള്ളൊരു കുറേ കമൻറ്റ് എനിക്ക് വരുന്നുണ്ട്. ഈവൻ ഇത്ര എപ്പിസോഡായി, ഞാൻ ഇപ്പോൾ ഇത്രയും കണ്ടു തീർത്തു. അതേപോലെ പോലീസ് ജൂനിയർ എന്ന് പറഞ്ഞ ഫിലിം ഞാൻ കണ്ടു, ഇനിയും കുറേ ഫിലിംസ് ഉണ്ട്, അത് ഫിലിംസൊക്കെ ഞാൻ ഇരുന്ന് കാണും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അബൌട്ട് ഹിസ് ഫിലിംസ്, ഏതൊക്കെ ഫിലിംസിലാണ് അഭിനയിച്ചതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഓൾറെഡി ഇത് കണ്ടതാണ്, ഇനി എന്നാലും ഒന്നുകൂടെ കാണാം. അതേപോലെ തന്നെ ഈ ഒരു സീരിയൽസിൻ്റെ കാര്യം, അതായത് സീത, അതേപോലെ തന്നെ ഇന്ദ്രൻ, കുങ്കുമപ്പൂവ്, ഇപ്പോഴും ഇരുന്ന് കാണുന്ന ഒരുപാട് ഫാൻസസ് ഉണ്ട്. അപ്പം അത്രയും പ്യുവറായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്രത്തോളം ഫാൻ ബേസ് ഉള്ളത്. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. എന്നും കട്ട സപ്പോർട്ടായി പ്യുവറായിട്ടുള്ള ഒരുപാട് ഫാൻസ് എപ്പോഴും ഷാനവാസിക്കയുടെ പുറകെ തന്നെ ഉണ്ടാവും. ഒരുപാട് ഉയരങ്ങളിലെത്താൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആരായിരുന്നു ഒരാൾ ട്രിവാൻഡ്രം പള്ളിയിൽ ചെന്നിട്ട് നേർച്ചയിട്ടിട്ടുണ്ട് ഷാനവാസിക്ക് നല്ല രീതിയിലൊരു മുന്നോട്ട് ഫ്യൂച്ചർ വരാൻ വേണ്ടി. അപ്പോൾ അത്രത്തോളം പ്രാർത്ഥിക്കുന്ന നല്ല നിഷ്കളങ്കരായ കുറേ ജനങ്ങളുണ്ട് ഷാനവാസിക്കയുടെ കൂടെ. അതുകൊണ്ട് ഷാനവാസിക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എത്രയോ ആൾക്കാരില്ലേ പുറകിൽ, അപ്പം ഒരിക്കലും സങ്കടപ്പെടേണ്ട. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.